നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ചത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് ഓൺലൈനായി ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വലപ്പാട് പോലീസിനെതിരെ മർദ്ദന പരാതിയുമായി നാട്ടിക സ്വദേശി ചെളിങ്ങാട് വീട്ടിൽ അജിത് കുമാറും കുടുംബവും രംഗത്ത്. കള്ളപ്പരാതിയിൽ മകൻ രാം സരോജിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായും തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായും അജിത് കുമാർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രാം സരോജ് പ്രണയത്തിലായിരുന്ന സമീപവാസിയായ പെൺകുട്ടിയുമായി ചെന്നൈയിലേക്ക് പോകുന്നതിനിടെ പാലക്കാട് വെച്ച് പിടികൂടിയിരുന്നു. തുടർന്ന് വലപ്പാട് സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷൻ SI ആയിരുന്ന എബിനും ഭരതൻ എന്ന പോലീസുകാരനും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി രാം സരോജ് ആരോപിച്ചു. ജൂൺ 23-ന് സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്ര പോകുന്നതിനിടെ സ്നേഹതീരത്ത് വെച്ച് SI എബിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഇവർ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാം സരോജ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തന്നെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും രാത്രി 2:30 വീട്ടിൽ പരിശോധനയ്ക്ക് പോലീസ് വന്നതായും ദൃശ്യങ്ങളടക്കം കാണിച്ച് അജിത് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറിനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഡ്വക്കേറ്റ് സിബി രാജീവ് മുഖേന സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തതിനാൽ സുഹൈറിനെ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ സുജിത്ത് നൽകിയ മൊഴിയിൽ സുഹൈർ ആക്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി കോടതി കേസ് 11-ാം തീയതിയിലേക്ക് മാറ്റി. പോലീസുകാരുടെ മർദ്ദനത്തിൽ കർണപടം പൊട്ടിയ സാഹചര്യത്തിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച കോടതിയിൽ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്ന് സുജിത്ത് പറഞ്ഞു. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയരായ 4 പോലീസുകാരെ പുറത്താക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. കോൺഗ്രസ് കൗൺസിലർമാരായ ബിജു സി ബേബി, ഷാജി ആലിക്കൽ എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 7 ദിവസത്തിന് മുൻപ് സമർപ്പിക്കുന്ന അജണ്ടകൾ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. KSU പ്രവർത്തകരുടെ വീടുകളിൽ അർദ്ധരാത്രി പോലീസ് കയറി ഭീഷണി മുഴക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് പുഴപ്പാലത്തിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി. പോലീസ് മുന്നറിയിപ്പ് ബാനർ പുറത്തെടുത്തതോടെ പ്രവർത്തകർ ബാനർ കീറി വലിച്ചെറിഞ്ഞു. ഇതോടെ പോലീസും KSU പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളുമായി. തുടർന്ന് സമരത്തിൽ പങ്കെടുത്തവരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. KSU മാർച്ചിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അർദ്ധരാത്രിയിൽ പ്രവർത്തകരുടെ വീട് കയറി പോലീസ് ഭീഷണി മുഴക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. സംഘർഷത്തിനിടെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ കാലിലൂടെ പോലീസ് ജീപ്പ് കയറ്റിയെന്നും പ്രവർത്തകർ ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി നിഹാൽ റഹ്മാൻ, ആദിത്യൻ കാഞ്ഞങ്ങാട്, അഹ്സാൻ ഷെയ്ഖ്, സാരംഗ് തിരുവല്ലോമല എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മതിലകത്ത് യുവാവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. കൂളിമുട്ടം അടിപ്പറമ്പിൽ കലേഷിന്റെ ഭാര്യ ഷിതയാണ് തന്റെ ഭർത്താവിനെ മതിലകം പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് ഷിത പരാതി നൽകിയിട്ടുണ്ട്. പരിസരത്തെ മണൽ മാഫിയയ്ക്കെതിരെ പരാതി നൽകിയതിലുള്ള വിരോധമാണ് പോലീസിനെന്ന് കലേഷും ഷിതയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി. 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണന് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ സാരഥി സുദർശൻ റെഡ്ഡി 300 വോട്ടുകൾ നേടി. 767 വോട്ടുകളാണ് പോൾ ചെയ്തത്. 19 പേർ രാധാകൃഷ്ണന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തു. RSSലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ CP രാധാകൃഷ്ണൻ തമിഴ്നാട് BJP മുൻ അധ്യക്ഷനായും കേരളത്തിന്റെ പ്രഭാരിയായും ചുമതല വഹിച്ചിട്ടുണ്ട്. 2 തവണ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവിയും വഹിച്ചിരുന്നു. ഇടവേള. ഗോബോ നന്ദിര T-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം. താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഓരോ ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്തറയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കൊള്ളന്നൂർ തറയിൽ ഫ്രാൻസിസിന്റെ മകൻ 46 വയസ്സുള്ള ടോണിയാണ് മരിച്ചത്. പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ച് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് മിനി ലോറിക്ക് പിന്നിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. പീച്ചി പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. ഗുരുവായൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശി രാജഗോപാലനാണ് മരിച്ചത്. പഞ്ചാരമുക്ക് സെന്ററിലായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തുടർച്ചയായി 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത്. 15ാം ഡിവിഷനിലെ ചേപ്പലക്കാട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ ആനപ്പേടി കാരണം ജോലി ചെയ്യാതെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം 17ാം ഡിവിഷനിലെ മങ്കര ലക്ഷ്മിയുടെ ഉന്നതിക്ക് സമീപവും കാട്ടാനകൾ എത്തിയിരുന്നു. കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ഞവരിക്കുളത്തിൽ 60കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുപ്പശ്ശേരി ചെതരൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കുളിക്കാൻ വന്നവരാണ് മൃതദേഹം കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ദേശീയപാത 66-ൽ കോതപറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത്. ഗതാഗത തിരക്കേറിയ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ്. യന്ത്രസഹായത്തോടെ മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്ന റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിശകലനം ചിലപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർവീസ് റോഡ് പൊളിഞ്ഞാടിയ അവസ്ഥയിലാണ്. വളരെ ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് വാഹനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് ഇവിടെ പണി മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ റോഡിൻ്റെ സൈഡടക്കം ഇടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത്. കോതമയെ സംബന്ധിച്ചോളം വളരെ തിരക്കുപിടിച്ചൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ വാഹനം പോകാൻ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കാതെയാണ് സത്യവാദത്തിൽ ഇങ്ങനെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ഒരു വാഹനം എങ്ങാനും സൈഡിലേക്ക് മറിഞ്ഞു പോയാൽ വളരെ അപകടമാണ് അവിടുത്തെ അവസ്ഥ. ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികൃതർ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ചാർപ്പ വെള്ളച്ചാട്ടത്തിന് സമീപം വിനോദസഞ്ചാരികൾ കൊണ്ടുവന്ന ബംഗാൾ ക്യാറ്റിനെ കാട്ടുപൂച്ച എന്ന സംശയത്തിന്റെ പേരിൽ വനപാലകർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചു. പെരുമ്പാവൂരിൽ നിന്നുമെത്തിയ കുടുംബത്തിന്റെ കാറിലായിരുന്നു പൂച്ചയുണ്ടായിരുന്നത്. ഇതിനെ പുറത്തിറക്കിയ വീട്ടുകാർ വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുത്തി മൊബൈലിൽ ദൃശ്യം പകർത്തി. ഇതിനിടയിൽ മറ്റാരോ വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചാർപ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിൽ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. പിന്നീടാണ് പെറ്റ് ആനിമൽ വിഭാഗത്തിൽപ്പെടുന്ന ബംഗാൾ ക്യാറ്റാണ് എന്ന് വ്യക്തമായത്. ഇതോടെ പൂച്ചയെ വിനോദസഞ്ചാരികൾക്ക് തിരിച്ചു നൽകി. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. ജീവനക്കാർക്ക് ഓണം ബോണസ് ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. 12 വർഷമായി രഞ്ജിനി DTPCയിൽ ജോലി നോക്കുന്നു. ഇപ്പോൾ ഏനമാവ് നെഹ്റു പാർക്കിലെ കെയർ ടേക്കറുടെ ചുമതലയാണ്. ഒരു കൗണ്ടർ സ്റ്റാഫും ക്ലീനിംഗ് ചെയ്യാനുള്ള ആളും സെക്യൂരിറ്റിയും മാത്രമാണ് ഇവിടെയുള്ളത്. ഉണ്ടായിരുന്ന കൗണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി നിർത്തിപ്പോയി. പകരം ആളെ എടുത്തിരുന്നുവെങ്കിലും പാർക്കിൽ നിയമിച്ചിരുന്നില്ല. ജോലി തിരക്കിനിടയിൽ ഏതാനും ദിവസമായി പുറംവേദന കലശലായതോടെ ഡോക്ടറെ കാണാൻ പോകണമെന്ന് രഞ്ജിനി മേലധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം ആളെ വയ്ക്കാൻ തയ്യാറായില്ല. ഇതോടെ ഡോക്ടറെ കാണാൻ പോകുന്നത് ഉപേക്ഷിച്ച് വേദന സഹിച്ചാണ് ജോലി തുടരുന്നതെന്ന് രഞ്ജിനി പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ എനിക്ക് സുഖമില്ലാണ്ടായിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ ഇവിടെ വേറെ ജീവനക്കാരില്ല കൗണ്ടറിൽ. അപ്പോൾ 10-ാം തീയതി ഇവിടേക്കുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ്. കൗണ്ടർ സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1-ാം തീയതി തൊട്ട് ഞാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും ചെയറിൽ പോലും ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ബാക്ക് പെയിൻ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഇരിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് മൂലം തൃശൂരിലെ DTPCക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്ന് ഇവർ പറയുന്നു. ഇതുമൂലം 8 മണിക്കൂറിന് പകരം 11.5 മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. ഒരു മാസത്തെ ശമ്പളം DTPC ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയെങ്കിലും താനടക്കം തൃശൂരിലുള്ളവർക്ക് മാത്രം ബോണസ് ലഭിച്ചില്ലെന്നും രഞ്ജിനി ആരോപിച്ചു. TCV ന്യൂസ്, പാവറട്ടി. തൃശൂർ പള്ളിക്കുളം മിഷൻ ക്വാർട്ടേഴ്സ് റോഡുകൾ ആരംഭിക്കുന്ന ജംഗ്ഷനിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പരാതി. ഇവിടെ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ആലത്ത് ഗോപി കോർപ്പറേഷന് നൽകിയ പരാതിയിൽ പറയുന്നു. കൂടാതെ കാൽനട യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി UDF ആരോപണം. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KPA റഷീദ്,
BV ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാറിന് പരാതി നൽകിയത്. വാർഡ് വിഭജനം വന്നതുമുതൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. പൂമല ഓണം ഫെസ്റ്റ് ആൻഡ് ഫുഡ് കാർണിവലിന് ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി പൂമല റിച്ച് ഇന്ത്യ റിസോർട്ടിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ AR ചന്ദ്രൻ പൂമലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വൈകിട്ട് 4 മുതൽ 10 വരെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV നന്ദകുമാർ, റിച്ച് ഇന്ത്യ റിസോർട്ട് ഡയറക്ടർമാരായ MR മണിയൻ, OP ബാലൻ മേനോൻ, PS അരവിന്ദാക്ഷൻ, രഞ്ജി ജോൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടിയഞ്ചിറ ജലോത്സവത്തിൽ നടുവിൽക്കരക്കാരൻ ബോട്ട് ക്ലബിന്റെ തട്ടകത്തമ്മ ജേതാക്കളായി. പാടൂർ യുവജന കലാസമിതിയുടെ സെന്റ് സെബാസ്റ്റ്യൻ 2ാം സ്ഥാനം നേടി. മുപ്പട്ടിത്തറ ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരളി പെരുന്നള്ളി MLA സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, മുഹമ്മദ് ഗസാലി, വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നേപ്പാൾ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ ചൈന ബോർഡർ അടച്ചതോടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ തൃശൂർ സ്വദേശികളും. കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വ്യവസായി വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികൾ. ചൈനയിൽ ഉൾപ്പെട്ട ടിബറ്റിലെ ഡാർച്ചിൻ ചെറിയ പട്ടണത്തിലാണ് ഇവർ കുടുങ്ങിയത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇവർ ഉൾപ്പെടെയുള്ള 100 പേരടങ്ങുന്ന സംഘം 10 ദിവസത്തെ യാത്രയ്ക്കായി കൈലാസ് മാനസ സരോവറിൽ പോയത്. ഇതിൽ 10 പേർ മലയാളികളാണ്. ബുധനാഴ്ച മടങ്ങിവരാനിരിക്കെയാണ് നേപ്പാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് നേപ്പാൾ ബോർഡർ അടയ്ക്കുകയായിരുന്നു. കൈലാസത്തിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശത്തെ ബേസ് ക്യാമ്പിലാണ് ഇവരുള്ളത്. പ്രായമായവരും സംഘത്തിലുണ്ട്. ഓക്സിജൻ കുറഞ്ഞ പ്രദേശമായതിനാൽ പലരും സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. രോഗികളായവർക്ക് മരുന്നുകൾ നൽകുന്നുണ്ടെന്ന് ഡോക്ടർ സുജയ് പറഞ്ഞു. BJP നേതാവ് V. മുരളീധരൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആശങ്ക വേണ്ട എന്നറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. ഡോക്ടർ സുജയ് ടെലിഫോണിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ സുജയ്, കേൾക്കാമോ? ഓക്കെ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? നമുക്കവിടെ മറ്റ് കലാപത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എങ്കിലും ബോർഡർ അടച്ചതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നിലവിലുണ്ട്. അവിടെയുള്ള വ്യക്തികളുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സുരക്ഷ, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? ഇത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. പ്രത്യേകിച്ചും ഫുൾമൂൺ ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാര്, ഒരുപാട് തീർത്ഥാടകര് ഈ പ്രാവശ്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല, 5 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് 2020 ശേഷം ആദ്യമായിട്ടാണ് 5 കൊല്ലത്തിന് ശേഷം ഈ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാരായ ഒരുപാട് പിൽഗ്രിംസ് ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പരിക്രമൺ എന്ന് പറഞ്ഞ പേര് കൈലാസത്തിന്റെ ചുറ്റി വരാനായിട്ട് പോയിരിക്കുകയാണ്. ഞാൻ എന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ പരിക്രമണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിവിടെ റൂമിലുണ്ടായിരുന്നത്. ഈ നേരത്ത് നാളെയാണ് പരിക്രമണം പോയിട്ടുള്ള ആൾക്കാർ കൂടി തിരിച്ചു വരിക. അവർ കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടണത്തില് എല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. മാത്രമല്ല, ഇവിടെ ഓക്സിജൻ സിലിണ്ടറിലാണ് നിൽക്കുന്നത്. അത് നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്, നേപ്പാളിലേക്ക് തിരിച്ചു പോകുന്നതാണ്. നേപ്പാൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. പലരും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പ്രമേഹമുള്ളവരും പ്രഷറുള്ളവരും മരുന്നുകളുടെ സ്ഥിതിയും ബുദ്ധിമുട്ടാണ്. ഇതൊരു ചെറിയ പട്ടണമായതിൽ വലിയ കാര്യമായ ഒന്നുമില്ല.
ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആ യാത്രയ്ക്ക് പോയിട്ടുള്ളവർ കൂടി തിരിച്ചു വരുമ്പോൾ അത്രയും പേർക്ക്, കൂടുതൽ പേർക്ക് അവിടെ തങ്ങാനുള്ള ഒരു സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ പരിമിതമായിട്ടുള്ള കുറവ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് മറികടക്കാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം വി മുരളീധരൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഉടൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി, അതേപോലെ തന്നെ ജോർജ് കുര്യൻ സാർ എന്നിവർ മീറ്റിംഗ് കൂടിയിട്ട് രവിശങ്കർ സാർ ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രി, കേന്ദ്ര സഭാവേക്ക് സംസാരിക്കുന്നുണ്ട്. അവരൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നാളെ ഉച്ചയ്ക്കുള്ളിൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നമ്മളെ അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഡൽഹിയില് ഇവിടെ മാത്രം കുടുങ്ങിയുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടുകളില്ല. നാളെ ഉച്ചയാകുമ്പോഴേക്കും ഒരു തീരുമാനം ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡോക്ടർ സുജയ്, തീർച്ചയായിട്ടും ടെലിഫോണിലെങ്കിലും വിവരങ്ങൾ നൽകാൻ സാധിച്ചതിൽ പ്രത്യേകിച്ചും താങ്കളെ കാത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ്. ഒപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ താങ്കളെ ബന്ധപ്പെടാൻ സാധിച്ചതും ഇത്രയും വിവരങ്ങൾ അറിഞ്ഞതും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ ഉച്ചയോട് കൂടി തന്നെ നേപ്പാൾ ബോർഡർ തുറക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയോ തിരിച്ചു വരാനുള്ള വഴി ഒരുങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോകാം. ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെ 29ാമത് ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി സാഹിത്യകാരൻ സി രാധാകൃഷ്ണനെ പുരസ്കാരം സമ്മാനിച്ചു. ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിച്ചാലും ജന്മാഷ്ടമി പുരസ്കാര വിതരണം നടത്തിയാലും സംഘി എന്ന് ചാർത്തിത്തരുന്ന കാലമാണിതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി അധ്യക്ഷത വഹിച്ചു. സ്വാമി ചിദാനന്ദപുരി, സാഹിത്യകാരൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ പി കെ വിജയരാഘവൻ, സെക്രട്ടറി എം പി സുബ്രഹ്മണ്യ ശർമ്മ, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജന്മാഷ്ടമി എന്ന് കേൾക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ആദ്യം ഓർമ്മ വരുന്നത്. നമുക്ക് ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം രോഹിണിയാണ്. 29ാമത് ടാസ് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനുള്ള 15-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 20 മുതൽ 29 വരെയാണ് നാടകോത്സവം. 10 നാടക സമിതികൾ നാടകോത്സവത്തിൽ പങ്കെടുക്കും. ഗ്യാലപ്പ് പോൾ വഴിയാണ് വിധി നിർണയമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ് പറഞ്ഞു. കേരള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ അധ്യാപകരെ ആദരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ്, അയ്യന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകൻ TT സൈജൻ എന്നിവരെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചത്. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജോഫി C മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ കക്കാട് പാടശേഖരത്തിൽ പുല്ല് ഉണക്കുന്നതിന് മാരക കീടനാശിനി തളിച്ചതായി ആരോപണം. കക്കാട് നമ്പർ 1 പാടശേഖരത്തിലെ 3.5 ഏക്കർ സ്ഥലത്താണ് കൃഷിവകുപ്പ് നിരോധിച്ച റൗണ്ടപ്പ് എന്ന കീടനാശിനി തളിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ പുല്ലും ഉണങ്ങിത്തുടങ്ങി. സ്വകാര്യ വ്യക്തികൾ പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി നടത്തുന്നതിന് മുന്നോടിയായാണ് കീടനാശിനി പ്രയോഗമെന്ന് പറയുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ കൃഷി ഓഫീസർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
വാടാനപ്പള്ളി ഏഴാംകല്ലിൽ വീടിനുള്ളിൽ പണം വെച്ച് ചീട്ടുകളിച്ച 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഴാംകല്ല് ചാളിപ്പാട്ട് വീട്ടിൽ സുനേഷ്, ബിജോയ്, കണ്ടശാംകടവ് മാമ്പുള്ളി വീട്ടിൽ ബിജിത്ത്, തൃത്തല്ലൂർ സ്വദേശികളായ രാധാകൃഷ്ണൻ, സന്തോഷ്, അഷ്റഫ്, ബഷീർ, ഏങ്ങണ്ടിയൂർ നന്ദിലത്ത് വേണു എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 82,670 രൂപയും പിടിച്ചെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഭരണ തകർച്ച ആരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. തകർന്ന റോഡിൽ വാഴ വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ഗർ അലി തങ്ങൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. NB ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, PK ഹംസക്കുട്ടി, MB സെയ്ദ് മുഹമ്മദ്, റഷീദ് മദിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച 5ാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുല്ലപ്പുഴ ജലോത്സവം ആവേശമായി. യുവശക്തി പുളിയന്തുരുത്ത് സംഘത്തിന്റെ ഹനുമാൻ നമ്പർ 1 വള്ളം 2ാം തവണയും എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. B ഗ്രേഡ് വിഭാഗത്തിൽ TDBC തൊയ്ക്കാവിന്റെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 എന്ന വള്ളം 1ാം സ്ഥാനം നേടി. മികച്ച അമരക്കാരനായി ഹനുമാൻ നമ്പർ 1ന്റെ സുഭാഷും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2വിന്റെ മനോജും തെരഞ്ഞെടുക്കപ്പെട്ടു. A ഗ്രേഡ് വിഭാഗത്തിൽ 7ഉം B ഗ്രേഡ് വിഭാഗത്തിൽ 9ഉം വള്ളങ്ങളാണ് മത്സരിച്ചത്. NK അക്ബർ MLA ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി അധ്യക്ഷനായി. എളവള്ളി യൂത്ത് ചേംബർ സംഘടിപ്പിച്ച 2 ആഴ്ചയോളം നീണ്ടുനിന്ന ഗ്രാമോത്സവത്തിന് സമാപനം. സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി നാടൻ കലാരൂപങ്ങൾ അണിനിരന്നു. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷത വഹിച്ചു. സർഫാസ് മുഹമ്മദ്, AS അഭിജിത്ത്, ബാജി കുറുമ്പൂർ, PP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ മാത്തൂത്തോടിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായിട്ടും ചോർച്ച ശാശ്വതമായി പരിഹരിക്കാതെ അധികൃതർ. ശുദ്ധജലത്തിന്റെ കുത്തൊഴുക്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. റോഡിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പറഞ്ഞു. 1 വർഷത്തോളമായിട്ട് മാത്തൂത്തോടിന് പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോഡ് ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ വെള്ളം വളരെയധികം പോകുന്നത് തീരെ അറിയണില്ല. എന്താണെന്ന് വെച്ചാൽ തോട്ടിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തീരെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് ഇതേവരെ വാട്ടർ അതോറിറ്റി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തൃശൂർ തിരൂർ സ്വദേശി CA ഫ്രാൻസിസിന് ആഗോള സംഘടനയായ ആപ്കോസ് ഇന്റർനാഷണലിന്റെ അംഗീകാരം. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പുരസ്കാരം സ്വീകരിച്ചു. വഴിയിൽ നിന്ന് കിട്ടിയ നോട്ടുകെട്ട് ഉടമയെ കണ്ടെത്തി നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ,
പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർക്കാണ് 20,000 രൂപയടങ്ങുന്ന നോട്ടുകെട്ട് റോഡിൽ നിന്ന് കളഞ്ഞുകിട്ടിയത്. 500 രൂപയുടെ 40 നോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഞായറാഴ്ച രാത്രി നടന്നു പോകുകയായിരുന്ന മെമ്പർമാർക്ക് കല്ലൂർ റോഡിൽ നിന്നാണ് പണം കളഞ്ഞുകിട്ടിയത്. റോഡിൽ നിന്ന് പണം ലഭിച്ച വിവരം ഇവർ വാർഡുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറിയിച്ചിരുന്നു. തുടർന്ന് പണം പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. അമലൂർ സ്വദേശിയായ ടിറ്റോയുടേതായിരുന്നു നഷ്ടപ്പെട്ട പണം. ബൈക്കിൽ പോകുന്നതിനിടെ ടിറ്റോയുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു. പുതുക്കാട് SHO ആദം ഖാന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പണം കൈമാറി. പൊതുപ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായം തേടുന്നു. ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുന്ന മറ്റത്തൂരിലെ സാമൂഹിക പ്രവർത്തകൻ ആൻഡു ചെമ്മിഞ്ചേരിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. രോഗബാധിതനായ ഇദ്ദേഹത്തിന് ഹൃദയവാൽവ് ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ ഇതിനായി വേണ്ടിവരും. സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്ന ആൻഡുവിന്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക സ്വരൂപിക്കുന്നതിനായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കോടാലിയുള്ള മറ്റത്തൂർ ശാഖയിൽ തുറന്നിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ് കൊടകര. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കില്ലെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടറോട് ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശം. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലയിൽ വീണ്ടും പോലീസ് പീഡന പരാതി. വലപ്പാട് പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി നാട്ടിക സ്വദേശി അജിത് കുമാർ. കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും ആരോപണം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. മർദ്ദനത്തിനിടയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നതിന് എതിരെയായിരുന്നു പ്രതിഷേധം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.